എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ മുറ്റത്തോട്ടിറങ്ങി ഒന്ന് പരിസരമൊക്കെ ഇങ്ങനെ നോക്കി കേട്ടോ. ഇവിടെ അങ്ങനെ അധികം മഞ്ഞൊന്നും ഇല്ലായിരുന്നേ, അങ്ങ് ദൂരെ മഞ്ഞ് കാണാം കേട്ടോ. ഇവിടുത്തെ മഞ്ഞെല്ലാം പോയെന്ന് തോന്നും. പിന്നെ പതിവ് പോലെ പപ്പ രാവിലെ ജോലിക്ക് പോയി. പിന്നെ ഞാനും അമ്മയും പിന്നെ ജാനിയൊക്കെ ഉള്ളു കേട്ടോ. മുറ്റത്തോട്ട് നോക്കിയപ്പോൾ എന്താ ഒരാൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് ഞങ്ങൾ വൈകുന്നേരം ഇങ്ങനെ എവിടുത്തെയോ ഒരു വീട്ടിലെ പട്ടിയാണ് കേട്ടോ. വൈകുന്നേരം ഇവിടെ സ്ഥിരം കാണാറുണ്ടേ. അപ്പോൾ അമ്മ ചോറൊക്കെ കൊടുക്കാറുണ്ട്, അതായിരിക്കും ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. നേരം വെളുത്തപ്പോഴേ ഇവിടെ ആയിരുന്നു തോന്നുന്നു കിടന്നതൊക്കെ. അപ്പോൾ ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട് ഞാൻ ഇറങ്ങി വന്ന് നിന്നപ്പോഴേ. പിള്ളേരൊന്നും എഴുന്നേറ്റിട്ടില്ല, പിന്നെ ഞാനൊന്ന് എഴുന്നേറ്റ് മുറ്റത്തോട്ടൊന്ന് ഇറങ്ങിയതാണേ. അയ്യോ, പറയാൻ വിട്ടുപോയി, ഇത് എൻ്റെ 2 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഒന്നിച്ചിടുകയാണേ. പൂക്കളിലെല്ലാം മഞ്ഞുതുള്ളികളാണ്, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ പൂക്കളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ, നേരം വെളുത്തിട്ടല്ലേ ഉള്ളൂ. ചിലതൊക്കെ തലേ ദിവസത്തെ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ, വാടിപ്പോകാറായി ഇങ്ങനെ നിൽപ്പുണ്ടേ. എന്തായാലും മുറ്റത്തൂടെ വെറുതെ നടക്കല്ലേ. ജുവാനിയാണെങ്കിൽ എഴുന്നേറ്റിട്ടുമില്ല. എന്നാൽ പിന്നെ മുറ്റമൊക്കെ തൂക്കാമെന്ന് വിചാരിച്ച് ഞാനും ജാനിയും കൂടെ മുറ്റം തൂക്കാൻ ഇറങ്ങിയേക്കാണ്. ഞങ്ങളിന്ന് സെയിം കളറൊക്കെ ഉള്ള ഡ്രസ്സൊക്കെയാണ് കേട്ടോ. ഞാനും ബ്ലാക്ക് ആയിരുന്നു, അവളും ബ്ലാക്ക് ആയിരുന്നു. അവളിന്ന് ചൂലൊന്നും പൊക്കിക്കൊണ്ട് വന്നില്ല കേട്ടോ. അവളെക്കാളും വലിയൊരു ചൂല് കൊടുത്തോണ്ടാണ്. കഴിഞ്ഞ ദിവസം വന്ന് ആകെ വഴക്കൊക്കെ ആയിരുന്നു. പിന്നെ ഇന്ന് അവൾ ചൂലൊന്നും എടുക്കാൻ പോയില്ലേ. പിന്നെ ആണെങ്കിൽ 2 പേർക്കും ജലദോഷമാണ് കേട്ടോ. ജാനിക്ക് കിട്ടിയ ജലദോഷം ജുവാനിക്കും കൊടുത്തിട്ടുണ്ട്. അപ്പം അവളാണെങ്കിൽ ഒന്നുകൂടെ പിരിവിരിപ്പ് കൂടിയെന്ന് തോന്നുന്നു. അപ്പം ഇങ്ങനെ പിരിവിരുത്ത് നടക്കുകയാണ് കേട്ടോ. വീഴ്ചയും ഇത് തന്നെയാണ് പരിപാടിയെ. ഇന്നാണെങ്കിൽ നല്ല തോർന്ന് നിൽക്കുന്ന ഒരു ദിവസം കൂടെ ആയിരുന്നു കേട്ടോ. വെയിലൊക്കെ ഇങ്ങനെ ആയി വരുന്നുണ്ടേ. ഇന്നങ്ങനെ മഴയൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് മുറ്റം തൂക്കാൻ നല്ലൊരു ഇതായിരുന്നു. അല്ല, അപ്പം മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേനും മുറ്റത്തൊന്ന് കരിയിലൊന്ന് പോകാനായിട്ട് ഭയങ്കര പ്രയാസമാണ്. അപ്പം ഇന്നങ്ങനെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് 2-3 ദിവസം ആയെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്, വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നേ ഇല്ല, കാരണം ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ എടുത്ത് വോയിസൊക്കെ കൊടുത്ത് എഡിറ്റ് ചെയ്തൊക്കെ കഴിയുമ്പോഴത്തേനും രാത്രി 12 മണി 1 മണിയൊക്കെ ആകും കേട്ടോ. അതുവരെ ഞാനിങ്ങനെ കണ്ണ് വന്ന് തുറന്ന് ഈ ഉറക്കളച്ചിരുന്ന് ചെയ്യുന്ന പരിപാടിയാണേ. ഇതിലെനിക്ക് ഒരു വിജയം ഉണ്ടാകുമെന്ന് വിചാരിച്ചു തന്നെയാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ, ഞാൻ ഇത്രയും വീഡിയോസ് ഇട്ടിട്ടും കൂടിപ്പോയ ഒരു 50, ഒരിടയ്ക്ക് 50 പേരെങ്കിലും കാണുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ വെറും 17 അല്ലെങ്കിൽ 14 13 പേരൊക്കെ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുള്ളേ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് ഒരു പ്രയോജനം ഇല്ലല്ലോ എന്നൊക്കെ. അതുകൊണ്ട് ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്താലോ എന്ന് വിചാരിച്ചു. മറ്റേ യൂട്യൂബ് ചാനൽ അങ്ങ് ഡിലീറ്റ് ചെയ്താലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ വിചാരിച്ച് എന്നാലും പിന്നെ ഇത്രയും ആയില്ലേ, മുന്നോട്ട് തന്നെ പോകാം, എനിക്ക് ഒരു ദിവസം വിജയം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാനിങ്ങനെ വീണ്ടും ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഇടാൻ ഞാൻ ഇടുന്നത്. എന്തോ അങ്ങനെ വീഡിയോ വേറൊരു സബ്ജക്റ്റായിലോട്ട് അങ്ങ് മാറിപ്പോയി. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഏത്തയ്ക്കായും മുട്ടയായിരുന്നു. മുട്ടയും ഏത്തയ്ക്കായും ഒക്കെ പുഴുങ്ങി, പിന്നെ രാവിലെ ചായയൊക്കെ വെച്ച് കുടിച്ചു. അപ്പോൾ ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നുകൊണ്ട് ഡ്രസ്സൊക്കെ അലക്കി വെയിലത്ത് ഇട്ടേക്കാണ് കേട്ടോ. എല്ലാം നന്നായി ഉണങ്ങി. പിന്നെ അമ്മയാണെങ്കിൽ ഉച്ചയ്ക്കത്തേന് മീൻ വറക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം മാങ്ങ അച്ചാറിട്ടായിരുന്നു. അപ്പോൾ അച്ചാറിട്ട് കഴിഞ്ഞപ്പം പിന്നെ അമ്മ ഫ്രിഡ്ജ് നോക്കിയപ്പോൾ നല്ല 2 മാങ്ങയും കൂടെ ഇരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അതും കൂടെ അച്ചാറിടാം, അല്ലാതെ വെറുതെ വേസ്റ്റായി പോകത്തേ ഉള്ളൂ കേട്ടോ. അപ്പം അന്നേരം അമ്മ അതും കൂടെ അച്ചാറിടാൻ നോക്കുവാണേ. അപ്പോൾ മുറ്റത്താണെങ്കിൽ പൊരിഞ്ഞ വെയിലാണ് കേട്ടോ. ഈ സമയത്ത് നല്ല പൊരിഞ്ഞ വെയിലാണ്. ഇതുപോലെ വെയിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. പിന്നെ വൈകുന്നേരത്തേന് അമ്മ കപ്പയൊക്കെ വേവിക്കാനുള്ള പരിപാടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അച്ചാറിന് വേണ്ടി അരിഞ്ഞും വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ഞാൻ വെയിലൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേനും ജാനിയും കൊണ്ട് മുറ്റത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി കേട്ടോ. അവൾക്ക് ഇങ്ങനെ പെരയ്ക്കകത്തിരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. അന്നേരം ഞാൻ ജുവാനയും കൊണ്ട് മുറ്റത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണേ. ജാനി ഇങ്ങനെ മുറ്റത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. ഇപ്പോൾ ആണെങ്കിൽ ഒരു പൂച്ചയെ കണ്ടവൾ. അപ്പം പൂച്ചേ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. പൂച്ച പോയി അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറേ കരിയിലകളൊക്കെ കത്തിക്കാനൊക്കെ ഉണ്ടായിരുന്നേ. അപ്പം ജാനി പേപ്പറൊക്കെ ആയിട്ട് അമ്മച്ചിയുടെ അടുത്തോട്ട് പോവുകയാണ് കേട്ടോ. കരിയിലകളെല്ലാം കത്തിച്ചു. അപ്പം ക്ലീനിങ് ഒക്കെയാണ് പരിപാടി വൈകുന്നേരമേ. മുറ്റമൊക്കെ തൂത്ത് അമ്മ കരിയിലൊക്കെ കത്തിക്കുന്ന പരിപാടിയാണേ.
പിന്നെ സൈഡിലോട്ടൊക്കെയുള്ള കാടും ഒക്കെ പറിച്ചിങ്ങനെ കളയാണ് കേട്ടോ. അപ്പം ഞാനും ജാനിയും കൂടെ അങ്ങോട്ട് ജുവാനയൊക്കെ ആയിട്ട് ഇറങ്ങി വിട്ടു. ഇപ്പോൾ പിള്ളേർക്ക് രണ്ടുപേർക്കും ജലദോഷവും ചുമയൊക്കെ ആയി വന്നു കേട്ടോ. അവർ രണ്ടുപേരും ഭയങ്കര പിരിവിരിപ്പാണേ, ഭയങ്കര കരച്ചിലും തൊടുന്നതിനും പിടിക്കുന്നതിനെല്ലാം ജാനി അങ്ങ് കരയുമൊക്കെയാണ് കേട്ടോ. ജുവാനയാണെങ്കിൽ ഇപ്പം 6 മാസം കഴിഞ്ഞു. അപ്പോൾ അവളും ഭയങ്കര ഇതാണ്, കട്ടിലൊന്നും തനിച്ച് കിടത്താനേ പറ്റത്തില്ലല്ലോ. അവളിങ്ങനെ എഴഞ്ഞ് വരും കേട്ടോ, ചാടി വരും. അപ്പോൾ ഞാനും അവളെയും കൂടെ പൊക്കിയെടുത്ത് മുറ്റത്തോട്ട് വന്നേക്കാണേ. ഇന്ന് എന്നിട്ട് പിള്ളേരെയും കൊണ്ട് രാവിലെ ഹോസ്പിറ്റലിലൊക്കെ പോയായിരുന്നു. ജാനിയും കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി. അവർക്ക് ജാനിക്ക് നല്ല ചുമയായേ. അന്നേരം ഇവിടെ അടുത്തുള്ളൊരു ഗവൺമെൻറ് ആശുപത്രി പോയി കേട്ടോ. അപ്പോൾ അങ്ങനെ മരുന്നൊക്കെ വാങ്ങിച്ചു. ജാനിക്ക് മരുന്നൊക്കെ കൊടുത്തു. ജുവാനയ്ക്ക് ഞാൻ ഇതുവരെയായിട്ടും കൊടുത്തിട്ടില്ല. അവൾക്ക് ചെറിയ ജലദോഷമുള്ളൂ, വൈകുന്നേരത്തിന് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണേ. പിന്നെ പപ്പായയും കൊണ്ട് ആശുപത്രി പോയായിരുന്നു. പപ്പായുടെ തലയിൽ ചെറിയ വേദനയൊക്കെ ആയിട്ട്, അപ്പം പിന്നെ ഡ്രസ്സ് ചെയ്യാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പോയിട്ട് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും പോയി, അമ്മയും ഞാനും എല്ലാവരും ഉണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേനും പിന്നെ അമ്മ ഫുള്ള് ക്ലീനിങ് ആണേ. അമ്മച്ചി ചെയ്യുന്ന കാട് പറിക്കുന്ന കാണുമ്പോഴത്തേനും ജാനിക്കും കാട് പറിക്കണം. അപ്പോൾ അങ്ങനെ അവളും കാട് പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മയാണെങ്കിൽ ഇവിടുത്തെ പുല്ലെല്ലാം ചെത്തിക്കളയാനുള്ള പ്ലാനാണ്. അപ്പോൾ ജാനി വരുമെന്നുള്ള ഇതിലാണ്, അവളെ മാറ്റാനെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവൾ മാറത്തില്ല കേട്ടോ. ഭാഗ്യം കൊണ്ട് അമ്മയെ ശല്യപ്പെടുത്താതിരിക്കുകയാണ് കേട്ടോ. അവളിങ്ങനെ അല്ലാതെ വേറെ കമ്പൊക്കെ എടുത്ത് തോണ്ടി നടക്കുകയാണേ. അപ്പോൾ ഇതിന് പാതി വരെ അമ്മ ക്ലീനാക്കി, ബാക്കി പിന്നെ ഒരു ദിവസം ക്ലീനാക്കാമെന്ന് വിചാരിച്ചിരിക്കും കേട്ടോ. ഫുള്ള് കാട് കയറിയേക്കുമായിരുന്നേ. ജാനിയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മണ്ണൊക്കെ വാരാനായിട്ട് ഇറങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവളെ പൊക്കിയെടുത്ത് ഫസ്റ്റ് ജുവാനെ കുളിപ്പിച്ചതിന് ശേഷം പിന്നെ ജാനിയും കുളിപ്പിച്ച് കയറ്റി.